ഗൈസ് നമുക്കൊരു 100 മീറ്റർ പോലും വിസിബിലിറ്റി ഇല്ല കേട്ടാ, കാണുന്നില്ല, അത്രയും കോടമഞ്ഞാണ്. നമ്മുടെ കേരള KSRTC പോകുന്നുണ്ട്, കോഴിക്കോട് വണ്ടിയാണ് കേട്ടാ. ഗൈസ് കോടമഞ്ഞൊക്കെ കുറഞ്ഞ് സൂര്യപ്രകാശം കാണാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. കൃഷിക്ക് വേണ്ടിയിട്ട് ഒരുക്കി നിർത്തിയ കണ്ടങ്ങളുണ്ട് ഗായ്സ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഫോറസ്റ്റിൽ ബന്ദിപ്പൂർ ടൈഗർ റിസർവിൽ കയറാനായിട്ടുണ്ട് കേട്ടോ. ഏകദേശം എത്താനായിട്ടുണ്ട്, ഗുണ്ടൽപെട്ടെല്ലാം കഴിഞ്ഞ്. ഇവിടെ മൊത്തം മഞ്ഞൾ കൃഷി ആൻഡ് വാഴ കൃഷിയാണ് കേട്ടോ. നമ്മുടെ വണ്ടി അങ്ങാടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടാ. നമ്മൾ വെച്ചിട്ടുണ്ടതാ സൂര്യകാന്തി ചെടി കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടാ. ഗായ്സ് ഫുള്ള് സൂര്യകാന്തി തോട്ടം. ഇതുവരെക്കും ഇത്ര പൂത്തിട്ട് നമ്മൾ കണ്ടിട്ടില്ല കേട്ടാ. നമ്മുടെ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്ന് റോഡ് സൈഡിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ടുണ്ടായതാണ് കേട്ടോ. അപ്പോഴാണ് ചേട്ടായി പറഞ്ഞത് ഫുള്ള് പോയിട്ട് കാണുന്നു. ഗൈസ് കുറേ സ്ഥലത്ത് ഓപ്പൺ ആയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ, നല്ല ഉഷാറിൽ നിന്നിട്ടുണ്ട്. കുറേ സ്ഥലത്ത് ഇങ്ങനെയും നിന്നിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് തോന്നുന്നു സൂര്യകാന്തി തോട്ടത്തിൽ നിന്നിട്ട് തന്നെയാണ് കേട്ടോ ഇപ്പം നമ്മളുള്ളത്. നമ്മുടെ വണ്ടി അത് അങ്ങാ കാണുന്നത്, നമ്മുടെ വണ്ടി. അപ്പോൾ നമ്മൾ ഇവിടെ നേരെ പോകാൻ പോകുന്ന കേട്ടോ. ഇത് വെറുതെ ഒന്നല്ല, 20 രൂപ കൊടുത്ത് കേട്ടാ ഈ സൂര്യകാന്തി തോട്ടം കാണുന്നതിന് വേണ്ടി മാത്രം. ഗായ്സ് നമ്മൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് കയറാനായിട്ടുണ്ട് കേട്ടോ. ഏകദേശം 400 മീറ്ററും കൂടിയേ ബാക്കിയുള്ളൂ. ഇതാണ് നല്ല ഓൾമോസ്റ്റ് വ്യൂ. ലെഫ്റ്റ് സൈഡിൽ കൃഷിക്ക് വേണ്ടിയിട്ട് ഒരുക്കിക്കൊണ്ടുണ്ട് കേട്ടോ നിലം. അപ്പോൾ ചായ കുടിച്ചിട്ടില്ല, ഇവിടുന്ന് ചായ കുടിക്കാനുള്ള പ്ലാനിലാണ്. നോക്കാം ഇവിടെ എന്താ കഴിക്കാനുണ്ടാവുമെന്ന് നോക്കട്ടെ. പിള്ളേർ ട്രിപ്പ് വന്നാണെന്ന് തോന്നുന്നു കേട്ടോ. കൃഷിപ്പാടം കാണാനെല്ലാം പോക്കാണെന്ന് തോന്നുന്നു ഗായ്സ്. KL49 കണ്ടെയ്നർ. കൃഷ്ണയുടെ ചെറിയ അമ്പലമുണ്ട്. കൃഷി നഴ്സറി ഫുള്ള് കൃഷിപ്പാടം. സൺ ബ്രീസ് റിസോർട്ട്. ഗായ്സ് ഇങ്ങോട്ടുള്ളൊരു കാഴ്ച ഉണ്ടല്ലോ, ഒരു സൈഡ് വലിയൊരു മലയാണ് കേട്ടോ. അതിൻ്റെ താഴെ കൃഷിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. ഇന്ന് ആദ്യമായിട്ട് കാണാം നമ്മൾ കുറച്ച് നല്ലോണം ലേറ്റായിട്ട് പകൽ വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ 6 മണിക്കിടെ പാസ്സായി പോകുന്ന കാടാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവ്. പഗ്മാർക്ക് റെസ്റ്റോറൻറ്റ് ഈ വണ്ടിയിലാണ് കേട്ടോ. മറ്റേ നമുക്ക് കാടിൻ്റെ ഉള്ളിൽ മൃഗങ്ങളൊക്കെ കാണാൻ വേണ്ടി പോകുന്നത്. ഈ ടൈമിലൊന്നും പോയിട്ട് കാര്യമില്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഈടെയാണ് കേട്ടോ അതിൻ്റെ എൻട്രൻസ് ഉണ്ടായത്, ഗേറ്റെല്ലാം ഉണ്ടായത്. ടച്ച് പൊളിച്ച് ചാടി. ഇനിയിപ്പോൾ പുതിയ ഇതാക്കാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നുണ്ടാ. ഇതാണ് ഗായ്സ് അവരുടെ എൻട്രി ഫീ, 50 രൂപ. മൃഗങ്ങളെ കാണുന്ന ഒരു പ്രതീക്ഷയില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടായാൽ നല്ല ചൂടാണ്.
ഭാഗ്യം ഉണ്ടായ കാണും. മാൻ ഇറുക്ക്, വേറെ ഒന്നും ഇറുക്കില്ല. മാനിനെ കണ്ടു കേട്ടോ. അങ്ങനെ കുറേ കുഞ്ഞു മാനൊക്കെ ഉണ്ട്. വണ്ടി കുറവാണ് കേട്ടോ. രാവിലത്തെ അത്ര വണ്ടി ഉണ്ടാവാൻ സാധ്യതയല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ആയിട്ട് രാത്രി മൊത്തം കാട് അടവായോണ്ട് കുറേ വണ്ടി ഉണ്ടാവും. അത്ര വണ്ടി തിരക്കില്ല കേട്ടോ. കുറേ ആൾ മൃഗങ്ങളെ കാണാൻ വേണ്ടിട്ട് പോയിട്ട് വരുന്നുണ്ട് ഗായ്സ്. സൈഡിലെ കാടൊക്കെ വെട്ടുന്നുണ്ട് കേട്ടോ. റോട്ടിൽ നിന്ന് ഇത്ര മീറ്റർ ദൂരത്തേക്ക് വൃത്തിയായി കിടക്കണമെന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ മൃഗങ്ങളുടെ ആക്രമണമൊന്നും വണ്ടികൾക്ക് വരാതിരിക്കാനും വണ്ടീൻ്റെ നിന്നും തട്ട് കിട്ടാതിരിക്കാനും മൃഗങ്ങൾക്ക്. മാനൊക്കെ ധാരാളമായിട്ടുള്ളത് കൊണ്ട് വണ്ടിയൊന്നും തട്ടാതിരിക്കാൻ ആണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇതാ ഡോണ്ട് ലിറ്റർ പുലി. ആന ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. ഗായ്സ് ഇവിടുന്ന് ഫോറസ്റ്റിന്റെ മരെല്ലാം ലോഡ് പോകുന്നുണ്ട് കേട്ടോ. അറുപത് വണ്ടി. ഗായ്സ് നമ്മളിപ്പോൾ ബന്ദിപ്പൂർ കഴിയുന്നുണ്ട് കേട്ടോ. ബന്ദിപ്പൂർ ടൈഗർ റിസർവ് കഴിയുന്നുണ്ട്. അടുത്ത് മുതുമലൈ ടൈഗർ റിസർവ് ആണ് കേട്ടോ. വിസിറ്റ് അഗെയിൻ കർണാടക. ഇതാ കർണാടക ഇതോട് അവസാനിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറാൻ പോകുന്നതാണ് ഗൈസ്. ഈ പാലം കഴിഞ്ഞാൽ തമിഴ്നാട്. നീലഗിരി ഡിസ്ട്രിക്ട് ബോർഡ്. എടാ നിന്റെ മറ്റേ നമുക്ക് ചെക്കിങ് ഇല്ല. എന്നാലും അത് തമിഴ്നാട്ടിലേക്ക് നമുക്ക് കയറി കേട്ടോ. ഇത് മുതുമലൈ ടൈഗർ റിസർവ് ആണ് കേട്ടോ. ഗുണ്ടയാണ് കേട്ടാ. ഇതാ മാന് പോകുന്നുണ്ട്. റോട്ടിൽ നിന്ന് ഒരു വശം മാറുന്നില്ലല്ലേ. ഇത് ഒരൊറ്റ മാനായിട്ടുണ്ട് കേട്ടോ. ഇതെന്താ സംഭവം? കൂട്ടം തെറ്റിയടാ. അങ്ങനത്തെ ഒരു ദാക്ഷിണ്യം ഇല്ല കേട്ടോ കുരങ്ങനെ. ഒറ്റക്കെല്ലും ആള്, പക്ഷെ ഗുണ്ടായിസാണ് കാണിക്കുന്നത് നടു റോട്ടിൽ ഇരുന്നിട്ട്. എന്നെക്കാളും വലിയ വണ്ടി വരുന്നുണ്ട്. എത്ര വലിയ വണ്ടി വന്നാലും ഞാൻ മാറൂല, എന്നെ നിങ്ങൾ മാറിയിട്ട് പോകണമെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് എല്ലാവരും. കുറേ കേരള വണ്ടി പോകുന്നുണ്ട് കേട്ടോ. വേറെ അധികമായിട്ടുള്ള മൃഗങ്ങളൊന്നും കണ്ടിട്ടില്ല. ഓൺലി മാന്, പിന്നെ ഒരു കുരങ്ങ്. കുരങ്ങനെ കണ്ടായിരുന്നു. ഗായ്സ് ഇവിടെ കുറച്ച് മാനുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് മാനുണ്ട് കേട്ടോ. കൊമ്പൊക്കെ ഉള്ള മാനുണ്ട് ഗായ്സ്. ഇവിടെ കുറേ മാനുണ്ട് കേട്ടോ. കിടന്നിട്ടുണ്ട് എല്ലാം. കുറേ മേലായിട്ട് കുറേ മാന് റെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കുറേ മേലായിട്ട് ഒരു ആനനെ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ക്യാമറയിൽ കാണിക്കാൻ പറ്റുന്ന അത്ര ദൂരത്തല്ല കേട്ടോ ആനനെ കണ്ടത്. അതന്നെ മറ്റേ മാനെല്ലാം ഫുള്ള് തൊഴിലുറപ്പിന് വന്നാണെന്ന് കേട്ടോ. ഫുള്ള് റെസ്റ്റിലാണ് ഗൈസ്. നല്ല അടിപൊളി സ്ഥലം കേട്ടോ കാണാനായിട്ട്. ഗായ്സ് ഇവിടുന്ന് പോകുന്ന ഈ റോഡ് കണ്ടല്ലോ, ഇതാണ് കേട്ടോ ഊട്ടിക്ക് പോകുന്ന റോഡാണ് കേട്ടോ. ഇത് ഊട്ടി റോഡിലോട്ടിയാണ്. ഇവിടെ കുറേ ബിൽഡിംഗ് ഒക്കെ കാണാം കേട്ടോ. ഇത് ഫോറസ്റ്റിൻ്റെ എന്തോ സംഭവമാണ് കേട്ടോ. ഫോറസ്റ്റ് ക്വാർട്ടേഴ്സ് ഒക്കെ ആയിരിക്കാം. ഇവിടെയുണ്ട്. ഇവിടെ ചെറിയൊരു അരുവിയുണ്ട്. അതിൽ ആനനെ കണ്ടല്ലോ, അത് കാട്ടാനാ ഗായ്സ്. ആനനെ കണ്ടല്ലോ, അത് അങ്ങതാണ് കൊമ്പൻ. അതിലാ കൊമ്പനാന ഗായ്സ്. ഇവിടെ കുറെ കുരങ്ങുണ്ട് കേട്ടാ.
എന്തുവാടാ? ഒരു ചെറിയൊരു അമ്പലമുണ്ട്, ഒരു വീടുണ്ട് ഗൈസ്. ഇവിടെ കുറച്ച് വീടും ക്വാർട്ടേഴ്സൊക്കെ എല്ലാം ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പോസ്റ്റ് ഓഫീസ് ഉണ്ട് ഗൈസ്. ഇവിടെ കുറേ പോസ്റ്റ് ഓഫീസിൻ്റെ ബിൽഡിംഗ് ഉണ്ട്. അല്ല, പോസ്റ്റ് ഓഫീസിൻ്റെ അല്ല, ഫോറസ്റ്റുകാരെ ബിൽഡിംഗ് ഉണ്ട് കേട്ടോ. അത് തന്നെ വണ്ടിയുണ്ട്. ഒരു വോളിബോൾ കോർട്ട് ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ ഗുണ്ടാ സംഘങ്ങളുണ്ട് കേട്ടോ. കുരങ്ങ് ബിൽഡിംഗ്. ഈ വണ്ടിക്കാരുടെ ഇന്ന് എന്ത് കഴിക്കാൻ കിട്ടുമെന്ന് നോക്കിക്കൊണ്ടാന്ന് കേട്ടോ ഇതെല്ലാം നിൽക്കുന്നിടെ. ഗായ്സ്, ഇവിടെ ആന ക്രോസിങ് ചെയ്യുന്ന സ്ഥലം എന്നല്ല എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഒരു വൈബ് പാലം. ഇവിടെ ചന്ദ്രഗിരി പാലമാണോ ചോദിച്ചാൽ? ചന്ദ്രഗിരി പാലത്തിൻ്റെ കുഞ്ഞിയാണെന്നാണ് നിതീഷ് പറയുന്നത്. അടിപൊളി സ്ഥലമാണ് കേട്ടോ. ക്യാമറയിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ഫുള്ള് പന്നിയാണ് ഗൈസ്, പന്നി. ചെറിയ കുഞ്ഞു മുതൽ വലിയ തള്ളച്ചി വരെ ഉണ്ട് കേട്ടോ. എത്ര എണ്ണമാണ് ഗൈസ്. നല്ല സൈസ് ഒരു പുറ്റ് കണ്ടല്ലോ. അപ്പോൾ നമ്മൾ മറ്റേ ഗൂഡല്ലൂർ RTO ചെക്ക് പോസ്റ്റെല്ലാം കഴിഞ്ഞ് കേട്ടോ. അവിടെയും കൊടുത്ത് ക്യാഷ്. അവിടെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അവർക്ക് പരിവാഹനിൽ നമ്മുടെ വണ്ടിയുടെ ഇൻഷൂർ തീർന്നതായിട്ടാണ് കാണിക്കുന്നത്. നമ്മൾ പേപ്പർ കൊണ്ട് കാണിച്ചിട്ടാകുമ്പോൾ ശരിയായി എന്ന് പറഞ്ഞായിരുന്നു. 25 വരെ ഉണ്ട് പേപ്പർ. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടായാൽ അടുത്ത് ഇനി ഗൂഡല്ലൂർ ടൗൺ കഴിഞ്ഞാൽ അവിടെ നമ്മൾ റൈറ്റ് കയറി പോകും കേട്ടോ. നമ്മൾ നാടുകാണി ഇറങ്ങാനായിട്ട് പോകും. ഈ മൊത്തം ലെഫ്റ്റ് സൈഡ് മൊത്തം കാപ്പി കൃഷിയാണ് കേട്ടോ. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന മൊത്തം തേയിലത്തോട്ടാണ് കേട്ടോ. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നാടുകാണിയിലേക്ക് എത്താനായി. ഇനി കുറച്ചും കൂടി പോകാനുണ്ട് ഗൈസ്. നമ്മൾ ചുരം ഇറങ്ങുന്നതിന് മുമ്പേ നമുക്ക് പണി തന്നു കേട്ടോ. ഫ്രണ്ട് ടയർ പൊട്ടി ഗൈസ്. ആടെന്ന് കാണൂലടാ ഗൈസ്. നമ്മുടെ വണ്ടിയുടെ ടയർ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് ടയർ തന്നെ പെട്ടെന്ന് ജാക്കി വെച്ചു, അതുകൊണ്ട് രക്ഷപ്പെട്ട്. ഫ്രണ്ടിലും കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. വീരപ്പൻ അങ്ങനെ വഴിക്കായി ഗൈസ്. ടയർ പൊട്ടി വീരപ്പൻ വഴിക്കായി. ഒരു വണ്ടി പോകേണ്ട ഗ്യാപ്പുണ്ട് ഗൈസ്. നമ്മുടേതാ വീരപ്പൻ ഇവിടെ നിന്നിട്ടുണ്ട് കേട്ടോ. വേറൊരു വണ്ടിയും കൂടി ഉണ്ട് ഗൈസ്. ലോഡ് ഇറക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ലോഡ് ഇറക്കാനല്ല, ഇത് നമ്മൾ ജസ്റ്റ് ഒരു അരുവി ഉണ്ട് കേട്ടോ. കാണുന്നില്ല, രാത്രി ആയതുകൊണ്ട് നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് കേട്ടോ. നാടുകാണി ചുരത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മുടെ വണ്ടി ഇന്ന് രാവിലെ എത്തിയതാണ് കേട്ടോ. അപ്പം നമ്മളെ വണ്ടിക്ക് മുമ്പേ വേറൊരു വണ്ടി ഉള്ളിൽ കയറിയിട്ടുണ്ട് 12 വീല്. അപ്പോൾ അത് ഇറക്കി കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്ന് ഇറക്കി തരാമെന്നാണ് പറഞ്ഞിട്ടില്ല ഗൈസ്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ 4 മണിക്കായിട്ടൊരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട് കേട്ടോ. ഒരു ടിപ്പറിൻ്റെ ഹൈഡ്രോളിക് ജാക്കി പൊട്ടി വീണതാണ് കേട്ടോ. അപ്പോൾ ഡ്രൈവർ അതിൻ്റെ അകത്തുണ്ടായി. ഡ്രൈവർ തെറിച്ച് പോയി ഷീറ്റിനടിച്ചിട്ട് മരിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പനി. ആലുവയിലെ എടയറിലാണ് ആക്സിഡൻറ്റ് നടന്ന സ്ഥലം. ഇതിന് കുറച്ച് അപ്പുറത്തുള്ള വേറൊരു ക്രഷറിലാണ് കേട്ടോ. അവിടത്തേക്ക് കല്ലുകൊണ്ടുവന്ന വണ്ടിയാണ്. കുറേ പേര് ജോബെല്ലാം കഴിഞ്ഞിട്ട് സൈക്കിളിൽ പോകുന്നുണ്ട് ഗൈസ്. റോഡ് പണി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണൊക്കെ മൊത്തം കൂട്ടിയിട്ടുണ്ട്. ഫൈനലി നമ്മുടെ വണ്ടിയുടെ ടാർപ്പായെല്ലാം അയച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അവർ വന്നിട്ട് സാമ്പിൾ എടുക്കണം. കുറേ ചടങ്ങ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ലാസ്റ്റ് അൺലോഡിങ്. സാമ്പിളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് മാത്രമേ അൺലോഡിങ്ങുള്ളൂ. ടാർപ്പായെല്ലാം എടുത്ത് മടക്കി വെച്ചിട്ടുണ്ട്. നിതീഷ് താഴെ ഉണ്ട്. അപ്പോൾ ഇനി മണ്ണ് വിറങ്ങുന്ന പണി നമുക്കില്ല ഗൈസ്.
ഇതിൻ്റെ അകത്ത് വേറൊരു വണ്ടി ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപാടെ നമ്മുടെ വണ്ടി ഇറക്കുന്നതായിരിക്കും. എന്തൊക്കെ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് കേട്ടോ ഈ ഏരിയയിൽ മൊത്തം. ഗൈസ് നമ്മുടെ വണ്ടിയിൽ നിന്ന് ലോഡ് ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതാ 2 പേര് മേലെ, 2 പേര് കറക്റ്റ് അട്ടിയിടാൻ വേണ്ടിയിട്ട് താഴെ ഉണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി ഫുള്ള് അടുപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഗായ്സ്. വീരപ്പൻ പണിക്കാർ ഭയങ്കര സ്പീഡാണ് കേട്ടോ. നമ്മുടെ ഹൈറ്റൊക്കെ എല്ലാം താത്ത് കൊടുത്തിട്ടുണ്ട്. 1 സൈഡ് ബോഡി ലെവലായിട്ടുണ്ട് കേട്ടോ. വളരെ സ്പീഡിലാണ് പണിക്കാരെല്ലാം എടുക്കുന്നുണ്ട്. ഇത് മൊത്തം പൗഡറാണ് കേട്ടോ, കരിൻ്റെ പൗഡറാണ്. അത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് പ്ലാസ്റ്റിക് വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചാർക്കോൾ അൺലോഡിങ് എല്ലാം ആയി കേട്ടോ. അൺലോഡിങ് എല്ലാം ആയിട്ട് ഏകദേശം ഇപ്പോൾ സമയം എത്രയായി? 7-8 മണി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലോഡിങ് എല്ലാം കഴിഞ്ഞ് ഇനി നേരെ കളമശ്ശേരിക്ക് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. എല്ലാവർക്കും ശുഭദിനം.